ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം കുറേ ദിവസത്തിന് ശേഷമായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും പതിവ് പോലെ തന്നെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കുറേ ദിവസം പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ ഇറങ്ങാതെ കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഏട്ടനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോക്കയത്. അപ്പം മോള് കണ്ടില്ലേ, ഏട്ടൻ അവിടെ നിന്ന് ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറകെ തന്നെ ഇരുന്നു. കാർ സീറ്റ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും പുറകെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നെഹദ എന്ന് പറയുന്നത്. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം. വീട്ടിലേക്ക് വലിയ ആഡംബരത്തിലൊന്നും പർച്ചേസിംഗ് ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് മോനൊരു കുപ്പി വാങ്ങിക്കണമായിരുന്നു. അവന് വെള്ളം കൊടുത്തു തുടങ്ങാം. ഇതുവരെ അവന് അല്ലാതെ വെള്ളം കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അവന് 6 മാസം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ അല്ലാത്ത വെള്ളമൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. സ്പൂണിൽ ഇച്ചിരി കുറുക്കി കൊടുക്കുമ്പോൾ ഇച്ചിരി സ്പൂണിൽ കോരി കൊടുക്കുന്നതല്ലാതെ. അപ്പോൾ ഞാൻ കരുതി എങ്കിൽ ഇച്ചിരി കുപ്പിക്കകത്ത് ചെറിയൊരു കുപ്പി വാങ്ങിച്ചു നോക്കാം, എന്നിട്ട് അവനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന്. ഇതിപ്പം വാങ്ങിക്കുന്നതൊക്കെ വെറുതെ കേട്ടോ. ഞാൻ കുറേ കുപ്പിയൊക്കെ പിന്നെ ഞാൻ അവിടെ ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ അതിൻ്റെ ലിപ് ഷെയ്ഡൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ട് വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അവൾ കണ്ടല്ലോ, അവിടെ നല്ല കളിയാണ്. ബാത്റൂമിൻ്റെ ബ്രഷൊക്കെ എടുത്തിട്ട് പുറത്തിറക്കി വെച്ചിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ അവൾ. പിന്നെ അവൾക്കൊരു കോൺഫ്ലെക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം. പിന്നെ നോക്കിയപ്പോൾ അവിടെ മുട്ടായി കണ്ടിട്ട് അവൾ അവിടുന്ന് മുട്ടായി എടുത്ത് കേട്ടോ. മുട്ടായി അപ്പം തന്നെ പൊളിച്ച് കൊടുക്കണം എന്നുള്ള ബഹളമായിരുന്നു. പിന്നെ അപ്പം ബില്ലടിക്കുന്ന ചേച്ചി പറഞ്ഞെങ്കിൽ പൊളിച്ചു കൊടുത്തേക്ക്, ഞാൻ വേറെ എടുത്തിട്ട് ബില്ലടിച്ചോളാം. അപ്പം ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ അപ്പുറത്ത് തന്നെ ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറുക്കാൻ മുറിക്കോടി, ഞാൻ അച്ഛമ്മയുടെ മുറുക്കാൻ മുറിക്കോ? അച്ഛൻ നല്ല ഉറക്കമുണ്ടോ? അച്ഛൻ നല്ല അവൾ ആ മുട്ടായി വെച്ച് കളിച്ചിട്ട് വായി മൊത്തം മുട്ടായി മറ്റേ മുറുക്കിയ പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായിട്ട്, ഞാൻ കുറേ നാളുകൊണ്ട് ഏട്ടനോട് പറയുന്നുണ്ട് അൽഫാം വാങ്ങിക്കണം എന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അൽഫാം കഴിക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ്. പിന്നെ ഞങ്ങൾ അൽഫാമിനൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തായാലും താമസിക്കുമല്ലോ, 10-20 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. മോനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇവരുടെ ചുമയും നല്ലപോലെ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും പിന്നെ ഒത്തിരി ദൂരമൊന്നും ഇല്ലല്ലോ, പിന്നെ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ എവിടെ ചെന്നാലും ഇവളെ ഇങ്ങനെ കറങ്ങി നടക്കലും അവിടെ കയറി നിരങ്ങലൊക്കെ ആണല്ലോ. അതിൻ്റെ മേളിൽ കയറി നല്ല പോലെ അവർക്ക് അത് വൃത്തിയാക്കി തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവൾ അതിനകത്തിരുന്ന് നിരങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും വലിയ ഇതാക്കാൻ പോയില്ല കേട്ടോ. പിള്ളേരെ പിടിച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ കരുതിയിട്ട് നിരങ്ങുമായിരുന്നു കേട്ടോ. നിരക്കം അച്ഛനും മോളോട് നിരങ്ങാൻ നോക്ക്. കത്ത് അങ്ങനെ കാണിക്കാൻ പാടില്ല. എന്ത് കാണിക്കുന്നേ? അച്ഛനും മോളോട് തകൃതിയായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏട്ടനാണെങ്കിൽ അവൾ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുക. ചോറ് വാരി കൊടുക്കുന്നത് കാണിക്കുക കേട്ടോ. അങ്ങനെ അച്ഛന് വയറ് നിറയുന്നിടം വരെ അവൾ ചോറ് കൊടുത്തു. അത് അച്ഛനും മോളോട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അച്ഛനാണല്ലോ, ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ അവൾക്ക് ഏട്ടനാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്നതിനൊക്കെ അവൾക്ക് ഇഷ്ടം ഏട്ടൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ സൗകര്യമാണല്ലോ. അപ്പോഴത്തേനും ഞങ്ങളുടെ അൽഫാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അൽഫാമൊക്കെ കഴിച്ച് ഇനിയും വീഡിയോ എടുക്കാൻ വരത്തില്ലല്ലോ. ഒറ്റ കയ്യിൽ മോനെയും പിടിച്ച് പിന്നെ കഴിക്കാനും തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുപ്പ് നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൊണ്ടുവന്ന് അവൾ ആ വെള്ളം മുക്കാലോളം കേട്ടോ കുടിച്ച് തീർത്തത്. പനിയായിരുന്നു, എന്നാലും നാരങ്ങ വെള്ളം കുടിച്ച് തീർത്ത് കേട്ടോ. പിന്നെ അവൾ വെള്ളം കൊണ്ടുവന്ന് അവിടെ മുമ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ ചിക്കൻ പറിക്കാനുള്ള പണി നോക്കും കേട്ടോ. അത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ പരാജയം സമ്മതിച്ചിട്ട് ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ബാക്കി കഴിച്ചത് കേട്ടോ. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും അവൾ ആ നാരങ്ങ വെള്ളം ഏകദേശം മുക്കാലാക്കി അവിടെ വെച്ചു. പിന്നെ അവൾക്ക്
ഈ എന്താ പനി പിടിച്ചാലും എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും പനിയൊക്കെ പിടിച്ച് ഞങ്ങൾ ഐസ്ക്രീമും അങ്ങനെ കഴിക്കുന്നവർ തന്നെ കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. അതുകൊണ്ട് തന്നെ അതേടെ അപ്പുറത്ത് ഈ ഞങ്ങളുടെ ബേക്കറിയിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. ഫേമസ് എന്ന് പറയുന്ന ബേക്കറിയിൽ ഞങ്ങൾ നേരെ വണ്ടി കയറി ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, മത്തിയാണ്. ഇന്നേക്ക് എന്തായാലും വെക്കാൻ വയ്യ. നമുക്ക് എടുത്തിട്ട് ഇതിനകത്തൊന്ന് എടുത്തിട്ട് പാത്രത്തിലോട്ടിട്ട് വെക്കാം. ഒരു മിനിറ്റ്. നല്ല മീനായിരുന്നു. നമ്മളതിനകത്തൊക്കെ ഇടുവാണെങ്കിൽ നാശമാകത്തില്ലാന്ന് തോന്നുന്നു. നമുക്കിതിനകത്ത് എടുത്ത് വെക്കാം. നാളെ എടുത്ത് മുറിക്കാം രാവിലെ. സാധനങ്ങൾ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒതുക്കി വെക്കട്ടെ ആദ്യമേ. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ഞാനാണെങ്കിൽ ഒരു കുപ്പി വാങ്ങിക്കണം കേട്ടോ. വലിയ ഇലയിടുന്നില്ല, ഇത് യൂസ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചേട്ടോ. വെള്ളം കൊടുത്ത് ശീലിപ്പിക്കണം. ഇതിലൊരു അങ്ങനെ വെള്ളം കുടിക്കാറില്ല സ്വന്തമായിട്ട്. വെള്ളം കൊടുത്ത് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തിന് ഒരു കുപ്പി വാങ്ങിച്ചു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചേട്ടോ ഈ സ്പൂണ്. ഇതവന് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൂണ്, കുഞ്ഞ് സ്പൂൺ. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എല്ലാം നോക്കിയിട്ട്. അപ്പം ഇടിയപ്പം പൊടി കേട്ടോ. കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പം ഇടിയപ്പം പൊടി. ഇത് കോൺഫ്ലെക്സ് വാങ്ങിച്ചേട്ടോ. കോൺഫ്ലെക്സ് അവർക്ക് ഞാൻ ഇതുവരെ കൊടുത്തു നോക്കിയിട്ടില്ല, എന്നാലും കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. കഴിക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചത്. പിന്നെന്താ പുട്ടുപൊടി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തോ ഓഫറുണ്ട് കേട്ടോ, അച്ഛമ്മയുടെ പുട്ടുപൊടി. അപ്പോൾ ഓഫർ ഉണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. ഞങ്ങൾ നേരത്തെ സ്ഥിരം വാങ്ങിക്കാറുള്ളത് അജ്മീയുടെ തന്നെ പുട്ടുപൊടിയും അതുപോലെ നമ്മുടെ അപ്പപ്പൊടിയൊക്കെ വാങ്ങിക്കാറുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പം കുറേ നാളായി പുട്ടുപൊടി ഇങ്ങനെ വാങ്ങിച്ചിട്ട്. ഞങ്ങൾ സാധാരണ പൊടിക്കപ്പോൾ മിക്സി ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കത്തില്ല. ഇത് അവളെടുത്തോണ്ട് വന്നേ. ഇതവൾക്ക് കഴിക്കത്തൊന്നുമില്ല. കഴിക്കാത്തൊരു സൈസിൽ 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ്. എന്തിനാണോ വാങ്ങിച്ചത് ആർക്കറിയാം. അവളെടുത്തോണ്ട് വന്നെ അതിട്ടതാട്ടോ. ഇത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം ആൽപ്പലീവ 10 രൂപ കേട്ടോ. ആൽപ്പലീവ കുഞ്ഞിൽ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. ഉണ്ടോ സ്ട്രോബെറിയുടെ ഫ്ലേവർ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് വാങ്ങിച്ച സാധനം. വായി വെക്കരുത് പിന്നെ അതേ കാണിക്കും. എടുക്കാനൊന്നും പോകാറില്ല കേട്ടോ സാധാരണ. ഞാനങ്ങനെ ഏട്ടൻ്റെ കൂടെ കുറേ നാൾ കൂടിയിട്ടായിരുന്നു പോയത്. കാരണം ഞാൻ കയറിയില്ല. പിന്നെ പൈസ കുറവാകുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഒഴിവാക്കുന്ന ലിസ്റ്റിനകത്ത് പെടുന്നതാണ്. ഇപ്പം ഞാൻ എടുത്ത ആ കുപ്പിയും അതുപോലെ ആ സ്പൂണൊക്കെ ഇല്ലേ, അപ്പം പൈസ കഴിഞ്ഞില്ല നമ്മളത് ഒഴിവാക്കുമല്ലോ. പിന്നെ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുക അത് വാങ്ങിക്കണം എന്ന്. അപ്പം പിന്നെ എന്തായാലും അത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് വന്നു. വേറെ ഒന്നും വാങ്ങിക്കാതെ വന്നു കേട്ടോ. നല്ല അത് യൂസ്ഫുൾ ആണല്ലോ. അവനിപ്പം കുറുക്കി കൊടുക്കുമ്പോഴാണെങ്കിലും മറ്റേ സ്പൂൺ കൊണ്ട് മുറിയൊന്നും പേടിക്കണ്ട, അതൊക്കെ വാങ്ങിച്ചാൽ. എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു.